G7, നേറ്റോ, ഇതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന പേരുകളാ അല്ലേ? ലോകം നിയന്ത്രിക്കുന്ന വലിയ ശക്തികളുടെ കൂട്ടായ്മകൾ. പക്ഷെ ഒരു നിമിഷം, അമേരിക്കയോ ചൈനയോ റഷ്യയോ ഒന്നുമില്ലാത്ത ഒരു സഖ്യത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതും വെറുതെ ഒരു സഖ്യമല്ല, 3 വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള 3 വലിയ ജനാധിപത്യ രാജ്യങ്ങൾ മാത്രം ഒന്നിച്ചു ചേർന്ന ഒരു കൂട്ടായ്മ. അങ്ങനെയൊന്നുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അധികം ആരും കേട്ടിട്ടില്ലാത്ത ഈ ഒരു യുണീക്ക് അലയൻസിനെ കുറിച്ചാണ്. അതെ, ഇപ്പൊ നിങ്ങളുടെ മനസ്സിലും ഇതേ ചോദ്യം തന്നെയല്ലേ വരുന്നത്? സൂപ്പർ പവറുകളൊന്നുമില്ലാതെ ലോകത്ത് എന്തെങ്കിലും മാറ്റമുണ്ടാക്കാൻ പറ്റുമോ? അതായത് ഈ വലിയ രാജ്യങ്ങളുടെ നിഴലിൽ ഒതുങ്ങാതെ വികസ്വര രാജ്യങ്ങൾക്ക് മാത്രമായിട്ട് ഒരുമിച്ചു നിന്ന് ഒരു ഗ്ലോബൽ സ്റ്റേജിൽ സ്വന്തമായിട്ടൊരു ശബ്ദമുണ്ടാക്കാൻ കഴിയുമോ? സത്യം പറഞ്ഞാൽ ഈ ഒരു ചോദ്യം തന്നെയാണ് IBSA എന്ന കൂട്ടായ്മയെ ഇത്രയധികം ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. ഓക്കെ, അപ്പോൾ IBSAയുടെ കഥയിലേക്ക് കടക്കുന്നതിന് തൊട്ടുമുമ്പ് നമ്മളൊരു പ്രധാനപ്പെട്ട ആശയം മനസ്സിലാക്കണം. അതാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം. സൗത്ത് സൗത്ത് കോഓപ്പറേഷൻ എന്ന് പറയും. സംഭവം സിമ്പിളാണ്. വികസ്വര രാജ്യങ്ങൾ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി എപ്പോഴും വലിയ വികസിത രാജ്യങ്ങളിലേക്ക് നോക്കുന്നതിന് പകരം പരസ്പര സഹായിക്കുക, തങ്ങളുടെ അറിവും അനുഭവങ്ങളും ഷെയർ ചെയ്ത് ഒരുമിച്ച് മുന്നോട്ടു പോവുക. ഇതാണ് IBSAയുടെ ഒരു കോർ ഐഡിയ. ശരി, അപ്പോ ഈ ഒരു ആശയത്തിൽ തുടങ്ങിയ ഈ വ്യത്യസ്തമായ സഖ്യത്തിൽ ആരൊക്കെയുണ്ട്? എങ്ങനെയാണിത് തുടങ്ങിയത്? നമുക്ക് നോക്കാം. ഇതിന്റെ എല്ലാം തുടക്കം 2003-ലാണ്. അന്നാണ് 3 രാജ്യങ്ങൾ, അതും 3 വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ളവർ ഒരുമിച്ചു ചേരുന്നത്. ഇന്ത്യ, ബ്രസീൽ, പിന്നെ സൗത്ത് ആഫ്രിക്ക. അവർ ബ്രസീലിയ ഡിക്ലറേഷൻ എന്നൊരു പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചു. അങ്ങനെയാണ് IBSA എന്ന ഈ ഫോറം ഉണ്ടാവുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഏഷ്യ, സൗത്ത് അമേരിക്ക, ആഫ്രിക്ക, 3 വൻകരകളിലെ 3 വലിയ ഡെമോക്രസികൾ ഒന്നിക്കുകയാണ്. ഈ കൂട്ടുകെട്ട് എന്തുകൊണ്ടാണ് ഇത്ര സ്പെഷ്യലെന്ന് നോക്കൂ. ഇതിലെ ഓരോ രാജ്യത്തിനും അതിന്റേതായ ഒരു പവറുണ്ട്. ഏഷ്യയിൽ നിന്ന് നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ, സൗത്ത് അമേരിക്കയിൽ നിന്ന് അവിടുത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ ബ്രസീൽ, ആഫ്രിക്കയിൽ നിന്നോ ആ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഇൻഡസ്ട്രിയലൈസ്ഡ് ആയ രാജ്യം സൗത്ത് ആഫ്രിക്ക. ഇവരെ 3 പേരെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു കോമൺ ഫാക്ടറുണ്ട്. അത് ജനാധിപത്യ മൂല്യങ്ങളിലുള്ള അവരുടെ വിശ്വാസമാണ്. ഓക്കെ, അപ്പോൾ ഈ 3 രാജ്യങ്ങൾ ഒരുമിച്ചുകൂടി. പക്ഷെ എന്തിനു വേണ്ടി? വെറുതെ ഒരു ചായ കുറിച്ച് പിരിയാനായിരുന്നോ? ഒരിക്കലുമല്ല. അവർക്ക് വളരെ വ്യക്തമായ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. IBSAയുടെ മിഷൻ എന്തായിരുന്നു എന്ന് നോക്കാം. അവരുടെ ലക്ഷ്യങ്ങൾ ഒട്ടും ചെറുതായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ ആ സൗത്ത് സൗത്ത് കോഓപ്പറേഷനില്ലേ, അത് ശക്തമാക്കുക. രണ്ടാമത്, UN, IMF, WTO പോലെയുള്ള ഗ്ലോബൽ ഓർഗനൈസേഷനുകളിൽ തങ്ങളുടെ ശബ്ദം കേൾപ്പിക്കുക. അവിടെയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പ്രഷർ ചെലുത്തുക. ഇതുകൂടാതെ ഡിഫൻസ്, ഹെൽത്ത്, ട്രേഡ് ഈ മേഖലകളിലൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കാനും അവർ തീരുമാനിച്ചു. പക്ഷേ ഇതൊന്നുമായിരുന്നില്ലായിരുന്നു അവരുടെ ഏറ്റവും വലിയൊരാഗ്രഹം. അത് വേറെ ലെവലായിരുന്നു. UN സെക്യൂരിറ്റി കൗൺസിലിൽ, അതായത് UNSCയിൽ ഒരു പെർമനന്റ് സീറ്റ്. ഈ 3 രാജ്യങ്ങൾക്കും സ്ഥിരാംഗത്വം വേണമെന്നായിരുന്നു അവരുടെ ഒരു പ്രധാന ലക്ഷ്യം. അത് വലിയൊരു സ്വപ്നം തന്നെയായിരുന്നു. ശരി, ഇതൊക്കെ വെറും പേപ്പറിലെ ആശയങ്ങളായിരുന്നോ, അതോ എന്തെങ്കിലും കാര്യമായിട്ട് നടന്നോ? സത്യത്തിൽ ആദ്യത്തെ കുറച്ചു വർഷങ്ങളിൽ IBSA ശരിക്കും ചില കാര്യങ്ങളൊക്കെ ചെയ്തു കാണിച്ചു. വെറും സംസാരം മാത്രമായിരുന്നില്ല. എന്തൊക്കെയായിരുന്നു ആ നേട്ടങ്ങൾ എന്ന് നോക്കാം. തുടക്കത്തിൽ നല്ല ഉഷാറായിരുന്നു കാര്യങ്ങൾ. ഉദാഹരണത്തിന് IBSMR എന്ന പേരിൽ ഇന്ത്യ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക ഈ 3 രാജ്യങ്ങളുടെയും നേവികൾ ഒരുമിച്ച് നേവൽ എക്സസൈസ് നടത്തി. ക്ലൈമറ്റ് ചേഞ്ച് പോലുള്ള വലിയ വിഷയങ്ങളിൽ ഇവർ 3 പേരും ഒരേ നിലപാടെടുത്തു. അതുമാത്രമല്ല, ഒരു IBSA ഫണ്ട് ഉണ്ടാക്കിയിട്ട് അത് വെച്ച് ലോകത്തുള്ള മറ്റു പാവപ്പെട്ട രാജ്യങ്ങളിൽ 30-ലധികം ഡെവലപ്മെന്റ് പ്രോജക്റ്റുകൾക്ക് പണം കൊടുത്ത് സഹായിച്ചു. ശരിക്കും ഇംപ്രസീവായിരുന്നു. 10 ഇരട്ടി. നിങ്ങൾ കേട്ടത് ശരിയാണ്. 2003-ൽ തുടങ്ങിയ ഈ കൂട്ടായ്മ 2015 ആയപ്പോഴേക്കും ഇവർ തമ്മിലുള്ള വ്യാപാരം ഏകദേശം 10 ഇരട്ടിയായിട്ടാണ് വർദ്ധിച്ചത്. ഇത് കാണിക്കുന്നത് വെറും രാഷ്ട്രീയ കൂട്ടായ്മ മാത്രമല്ല, ഇതിനൊരു സാമ്പത്തിക അടിത്തറ കൂടിയുണ്ടായിരുന്നു എന്നാണ്. ഈ പ്രവർത്തനങ്ങളൊക്കെ വെറുതെയായില്ല. ലോകം ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ ആ IBSA ഫണ്ടില്ലേ, മറ്റു രാജ്യങ്ങളെ സഹായിക്കാനുള്ളത്, അതിന് ഐക്യരാഷ്ട്രസഭയുടെ തന്നെ ഒരു വലിയ അവാർഡ് കിട്ടി. സൗത്ത് സൗത്ത് പാർട്ട്ണർഷിപ്പ് അവാർഡ്. അതായത് ഇവരുടെ ഈ വിഷന് ഒരു ഗ്ലോബൽ റെക്കഗ്നീഷൻ കിട്ടി എന്ന സാരം. പക്ഷേ കഥ എപ്പോഴും ഒരുപോലെ പോകില്ലല്ലോ. ഈ നല്ല കാലം അധികം നീണ്ടു നിന്നില്ല.
IBSയുടെ ഈ തിളക്കത്തിന് മങ്ങലേൽപ്പിച്ചുകൊണ്ട് വേറൊരു വലിയ ഗ്രൂപ്പ് രംഗത്തേക്ക് വന്നു. അതെ, IBSA ഇങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് കഥയിലൊരു വലിയ ട്വിസ്റ്റ് വരുന്നത്. ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും പിടിച്ചുപറ്റിക്കൊണ്ട് ബ്രിക്സ് എന്നൊരു പുതിയ കൂട്ടായ്മ വന്നു. ഇത് IBSയുടെ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്നതായി മാറി. എന്തുകൊണ്ടാണ് ബ്രിക്സ് വന്നത് IBSAയ്ക്കൊരു പ്രശ്നമായത്? ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. IBSAയിലെ എല്ലാവരും ജനാധിപത്യ രാജ്യങ്ങളാണ്, ഏകദേശം തുല്യ ശക്തികളാണ്. എന്നാൽ ബ്രിക്സിലോ അവിടെ ചൈനയും റഷ്യയുമുണ്ട്. പ്രത്യേകിച്ച് ചൈനയുടെ ഭീമമായ സാമ്പത്തിക ശക്തിക്ക് മുന്നിൽ മറ്റുള്ളവർക്ക് അത്ര പ്രാധാന്യം കിട്ടിയില്ല. അതോടെ ലോകത്തിന്റെ ശ്രദ്ധയും മീഡിയയുടെ ശ്രദ്ധയും എല്ലാം ബ്രിക്സിലേക്ക് തിരിഞ്ഞു. IBSA ഒരു സൈഡ് റോളിലേക്ക് ഒതുങ്ങിപ്പോയി. ബ്രിക്സ് മാത്രമായിരുന്നില്ല IBSയുടെ പ്രശ്നം, വേറെയും ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഈ 3 രാജ്യങ്ങളും 3 കോണ്ടിനെന്റിലാണ്. അതുകൊണ്ട് തന്നെ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രസീലിലും സൗത്ത് ആഫ്രിക്കയിലും അവരുടേതായ ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നങ്ങൾ തുടങ്ങി. അതിന്റെ ഒക്കെ ഫലമായിട്ട് എന്താ സംഭവിച്ചെന്നോ? 2011 ശേഷം IBSയുടെ വലിയ മീറ്റിംഗുകളൊന്നും നടന്നില്ല. കാര്യങ്ങളെല്ലാം ഏതാണ്ട് നിശ്ചലമായി. അപ്പോ ഇതോടെ IBSയുടെ കഥ തീർന്നോ? ഈ ഗ്രൂപ്പ് ഇല്ലാതായോ? ഇല്ല. വർഷങ്ങൾ നീണ്ടൊരു മന്ദതയ്ക്ക് ശേഷം ഇപ്പൊ വീണ്ടും ഒരു ഉണർവ് കാണുന്നുണ്ട്. ഒരു തിരിച്ചുവരവിന്റെ സൂചനകൾ. അതിന് കാരണമുണ്ട്. ഇന്നത്തെ ലോകം വീണ്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് അമേരിക്ക, മറുവശത്ത് ചൈന. ഇവരുടെ മത്സരം കൂടുമ്പോൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, എന്നാൽ ഈ 2 ബ്ലോക്കിലും പെടാനാഗ്രഹിക്കാത്ത രാജ്യങ്ങൾക്ക് ഒന്നിക്കാനൊരു വേദി വേണം. അവിടെയാണ് IBSയുടെ പ്രസക്തി വീണ്ടും വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. ഈ തിരിച്ചുവരവില് അവരുടെ ഫോക്കസും മാറിയിട്ടുണ്ട്. പഴയ കാര്യങ്ങളും മാത്രമല്ല, ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, ഗ്രീൻ ഹൈഡ്രജൻ, ഫാർമസ്യൂട്ടിക്കൽസ്, ഫുഡ് സെക്യൂരിറ്റി, കോവിഡിന് ശേഷമുള്ള ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഇന്നത്തെ കാലത്തിനു വേണ്ടിയുള്ള ഒരു പുതിയ അജണ്ടയുമായാണ് IBSA ഇപ്പോൾ വരുന്നത്. അപ്പൊ നമ്മൾ തുടങ്ങിയ ആ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചുവരാം. ഈ വമ്പന്മാരുടെ ലോകത്ത് അമേരിക്കയുടെയും ചൈനയുടെയും ഇടയിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഈ 3 രാജ്യങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ശരിക്കും എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ബ്രിക്സിന്റെ നിഴലിൽ നിന്ന് പുറത്തുവന്ന് സ്വന്തമായൊരു സ്ഥാനം കണ്ടെത്താൻ IBSAയ്ക്ക് കഴിയുമോ? അത് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം.